എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1997 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ചർച്ചയാണ്. കേരളത്തിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ച്, സീരിയസ് ആയ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയുടെ വിഷയം ചുമച്ച് കേരളം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ ചർച്ച വളരെ ആണ്. നമ്മുടെ വാട്സപ്പിലെല്ലാം പല പ്രശ്നങ്ങളും ചുമയെക്കുറിച്ച് വരുന്നു, വൈറസ് അണുബാധയാണെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അങ്ങനെ ചുമ ആക്ച്വലി യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തീവ്രമായി ചുമയുമായി എത്ര പേര് ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നു, ഇല്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനൊരു വന്നാൽ ഏതൊക്കെ മരുന്നുകൾ നമുക്ക് ഈ ക്ലൈമറ്റിൽ പ്രയോജനപ്പെടും, എത്ര പേഷ്യൻസ് വരുന്ന ഡോക്ടർമാർ അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. എല്ലാവരും അതിന് റെഡിയായിരിക്കുക. എന്തായാലും ഇന്നത്തെ വിഷയ അവതരണത്തിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുക. നന്ദി. IFBHന്റെ 2000 ദിനാഘോഷങ്ങൾ ഇനി 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ ഈ ഒരു 2 ദിവസത്തിൽ ഇതിനകം തന്നെ നമുക്ക് എന്നും ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് സെഷനിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പല ഹോമിയോപ്പതി ഡോക്ടർമാരും നല്ല നിലയിൽ പ്രാക്ടീസ് കിട്ടാത്തത്, വിദ്യാഭ്യാസവും നല്ല അറിവും ഒക്കെ ഉണ്ടായിട്ടും പ്രാക്ടീസ് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന വിഷയത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആനുകാലിക വിഷയങ്ങൾ നമ്മൾ നിരന്തരം എടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഹോമിയോപ്പതിയെ കൂടുതൽ പോപ്പുലർ ആക്കുകയും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പൊതുജനത്തെയും നമ്മളിൽ തന്നെ ബോധ്യപ്പെടുത്താനും കൂടിയാണ്. അപ്പൊ ഇന്ന് ഈ ചുമച്ച് കേരളം എന്ന ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്ര കണ്ട് സത്യമുണ്ട്, എന്താണ് ഇതിന്റെ പിന്നിൽ, ഇനി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ എല്ലാവരും പരസ്പരം ചോദിക്കുന്നു. ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും സാറേ ഇപ്പൊ എല്ലായിടവും ഒരുതരം പുതിയ ചുമയാണല്ലോ എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് തോന്നും ഇവരാരും ഇത്രയും നാൾ ഭൂമിയിൽ ഇല്ലാതിരുന്നവരാണ്. കാരണം എല്ലാ വർഷവും ഉഷ്ണകാലം തുടങ്ങുമ്പോൾ, അതായത് മഞ്ഞ് തീരുന്ന ഉഷ്ണകാലം തുടങ്ങുമ്പോഴത്തേക്ക് നാം കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ചുമ തന്നെയാണ്. ചുമയെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ശക്തമായ ചുമയുണ്ടാവും. അപ്പൊ ഈ ചുമയെ ചികിത്സിക്കുമ്പോൾ അതിനോടൊപ്പം പനിയും ഉണ്ടാവും. കാരണം ആ സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സവിശേഷതകളാണുള്ളത്. അങ്ങ് കേരളം മൊത്തം, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളിലും ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്ന സമയമാണ്. ഉത്സവ സ്ഥലത്തൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഉള്ളത്? പൊതുജനങ്ങളുടെ ഭയങ്കര പാർട്ടിസിപ്പേഷനാണ്. അതിപ്പോൾ ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും, പെരുന്നാളും ഇതുപോലെ തന്നെയാണ്, ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ജനം മുഴുവൻ തെരുവിലാണ്, അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലങ്ങളൊന്നുമല്ല. പൊടിയുള്ള മണലും കുഴിമണലും സാധാരണ മണലും ഒക്കെയുള്ള ഈ മണലുകളുടെ ഇടയിലൂടെയാണ് ധാരാളം പൊടി ആൾക്കാരുടെ ഇടയിൽ വരുന്നു. അതുപോലെ തന്നെ ഈ കരിമരുന്ന് പ്രയോഗം ഉണ്ട്. ഇതും ഒരു പരിധിവരെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുന്നതിന് കാരണമാണ്. പിന്നെ പിന്നെ എല്ലാ വീടുകളിലും 2ഉം 3ഉം കാറുകളും അല്ലെങ്കിൽ 3ഉം 4ഉം ബൈക്കുകളും എല്ലാം കൂടി ചേർന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പുകകളും അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സീസണിൽ പണ്ട് കാലത്തുള്ളതിലും ഈ ഇതുപോലുള്ള അസുഖങ്ങൾ കൂടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് പുലി വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങളും അത് പ്രചരിപ്പിക്കാനായിട്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും മുന്നിട്ടിറങ്ങുകയാണ്. അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം അതിനായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രിമാർക്ക് TV യിലൊക്കെ വന്ന് പറയാനും ഞങ്ങൾ ഇന്നയൊക്കെ നടപടികൾ എടുത്തു, ഇന്ന ചെയ്തു
എന്നൊക്കെ പറയുന്നു. അത് ഒരുതരം ക്രെഡിറ്റ് എടുക്കുന്ന പോലുള്ള അവകാശവാദങ്ങൾക്കുള്ള അവസരങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവർ അത് വലിയ കൊലച്ചത് തന്നെയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ആ, ഉത്സവങ്ങളുടെ നാടെന്ന് പറയുന്ന പോലെ തന്നെ ആ, ഏ, ഏ, നമ്മുടെ ടൂറിസത്തിൽ വമ്പൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇപ്പോഴ് സാധാരണ നമ്മുടെ ഡ്രൈവർമാരും ഒക്കെ വന്ന് പറയുന്നത്, സാറേ ഇപ്പൊ രോഗികൾ കുറവാണ്, ഗസ്റ്റുകൾ കുറവാണ്. പണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ലായിരുന്നു, അതുപോലുള്ള ഓട്ടമായിരുന്നു. ഇപ്പോഴില്ല. ഇതിന്റെ കാരണം എന്താ? പത്രം എടുത്ത് കാണുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അവർ കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് മാറുകയാണ്. കേരളത്തിൽ വന്നാൽ ഒന്നെങ്കിൽ പക്ഷിപ്പനി ഉണ്ടാകാം, അതിൽ നിന്നുള്ള ഇറച്ചി കഴിച്ചിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ പക്ഷിപ്പനി ഉള്ള സ്ഥലങ്ങളിൽ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് നമുക്കാർക്കും ഒരു അപകടവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ചിക്കൻ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെങ്കിപ്പനിയാണ്. ഇതൊക്കെ കേട്ടാൽ തോന്നും കേരളത്തിൽ മാത്രമേ ഡെങ്കിപ്പനി ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ ഗുനിയ പോലുള്ള അസുഖങ്ങളുണ്ട്. ഇവിടെ മന്തുണ്ട്. പണ്ട് ആലപ്പുഴയിലോട്ട് ഒരു മനുഷ്യനും വരില്ലായിരുന്നു, കാരണം മന്താണ് ഇവിടെ എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് കാരണം ഇപ്പോൾ മന്ത് ഉള്ളതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു മാറ്റം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ബിസിനസിന്റെ ഒരു നയംമാറ്റമാണ്. ഇതിനിടയ്ക്ക് എന്തായാലും നമ്മുടെ ഒരു ഭാഗ്യവശാൽ ആ, കുറെ കുട്ടികൾക്ക് കഫ് സിറപ്പ് കുടിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ഒരല്പം പേടിയൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഏതാണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ ആ ഒരു ഭയപ്പാട് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ നമ്മളിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും സാറേ ഇപ്പൊ ഈ മരുന്നൊക്കെ കൊടുത്താൽ കുഴപ്പമാണല്ലോ, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഹോമിയോ മതി ഇതിനൊക്കെ പറ്റുന്നതാണെന്ന്. ഇതുവരെ ഹോമിയോ മരുന്ന് കഴിക്കാത്ത പല ആൾക്കാരും നമ്മളിലോട്ടൊക്കെ എത്തുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. സ്വാഭാവികമായിട്ടും നമ്മള് പണ്ടും എങ്ങനെയാണോ നമ്മൾ ചികിത്സിച്ചത് അതിൽ നിന്ന് ഒരു അടി പോലും പുറകോട്ടോ മുമ്പോട്ടോ നമുക്ക് പുറകോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു ഹോമിയോ ഡോക്ടർ പനിയ ഒരു രോഗി വന്നാൽ ചികിത്സിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ആ കേസ് പഠിക്കാൻ നോക്കും. ആ കുട്ടിക്ക് ആ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും എന്താണ് പനിയുടെ കാരണം. ഓ, സാറേ ഞങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ അവൾ ഇന്നലെ 2-3 ഐസ്ക്രീം കഴിച്ച്, അല്ലെങ്കിൽ പറയും കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് 3-4 ഐസ്ക്രീം കഴിച്ച്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ ചുമ. അല്ലെങ്കിൽ പറയുന്നത് ഇതുപോലെ ഇന്നലെ പോയ വഴി ഈയിടെയെങ്കിലും ഞങ്ങൾ തണുത്ത വെള്ളമൊന്നും കൊടുക്കും, അവൾ അവിടെ പോയ വഴി ഒരു നല്ല മിൽക്ക് ഷേക്ക് വാങ്ങി, നല്ല തണുപ്പായിരുന്നു, ഇത് കഴിച്ചേ പിന്നാണ്. അല്ലെങ്കിൽ പറയുന്നത് ചിലപ്പോൾ സാറേ ഞങ്ങൾ പോയപ്പോൾ ആ, നല്ല ബിരിയാണിയുടെ മണം അടിച്ചപ്പോഴത്തേക്ക് അത് വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് ഇതിനെ ഞങ്ങൾ മേടിച്ച്, ഞങ്ങൾ വീട്ടിലാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. അപ്പൊ ഇത് കഴിച്ചേ പിന്നാണ് നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടായത്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഓരോ കോഴ്സുകളാണ്. ആ ഒരു ആ രീതി വെച്ച് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ, ചുമയാണ് ചുമയ്ക്കൊരു മരുന്നെന്ന രീതി ചിന്തിക്കുന്നതിന് പകരം ആ രോഗിക്ക് ഇതുകൊണ്ട് തന്നെ 10 പേര് ചുമയായിട്ട് വന്നാൽ നമുക്ക് ഒരിക്കലും 10 മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിൽ എല്ലാവർക്കും ചൂടുകാലത്തുണ്ടായ ചുമയുണ്ട് എന്ന് വെച്ച് നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പനിയും വരാറില്ല. പക്ഷെ ഇപ്പൊ ഈ ചൂട് വന്നേ പിന്നെയാണ് ഇങ്ങനെ അസുഖങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത് എന്ന ഒരു ധാരണ മുന്നിലെടുത്ത് ആ ഒരു രീതിയിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നോട്ട് ഇറങ്ങേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ബ്രയോണിയ ഏറ്റവും നല്ല മരുന്നാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. പക്ഷെ പൊതുവെ അതുകൊണ്ട് തന്നെ പലരും ബ്രയോണിയായ ചുമയ്ക്കുള്ള ഒരു കുത്തകയായിട്ട് കാണാറുണ്ട്. പക്ഷെ അത് ഈ ഒരു സീസണിലാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബ്രയോണിയ കൂടാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്ന അതായത് ഒരു പനിയുടെ തുടക്കത്തിൽ ചുമയോട് കൂടിയാണ് പനി വരുന്നതെങ്കിൽ അവിടെ നമുക്ക് റെസ്ട്രോക്സിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പല കേസുകളിലും ഇപ്പൊ ഈ എപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചുമച്ച് ചോക്കാനിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായിരിക്കും ആ പനിയുടെ തുടക്കത്തിൽ വരുന്നത്. എന്നാൽ ഇങ്ങനെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടി അതിങ്ങനെയാണ് എത്ര ചുമയാണ് ചുമക്കുന്നത്, ഓ അത് 2 ചുമയാണ് എന്ന് നമ്മുടെ മനസ്സിൽ പതിയുകയാണെങ്കിൽ, നമ്മളത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പൾസാറ്റിലെയോ മത്സവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ പൾസാറ്റിലെ ആണെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടി പറയും, അവര് പറയും അവൻ വെള്ളം അങ്ങനെ ഒന്നും കുടിക്കില്ല ഡോക്ടർ, ഇനി അഥവാ കൊടുത്താൽ തന്നെ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കും, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അതേസമയം മെഡ്സോൾ ആണെങ്കിലും
ഭയങ്കര ദാഹമാണ് ഡോക്ടറെ. ഭയങ്കരമായിട്ട് വെട്ടി വിയർക്കുകയും ചെയ്യും. ഫാനും ഒക്കെ ഇടും, പക്ഷെ രാത്രി അങ്ങോട്ടായി കഴിഞ്ഞാൽ ഭയങ്കര നിർത്താതുള്ള ചുമയായിരിക്കും. പക്ഷെ ഈ നിർത്താതെ ആണെങ്കിലും അതിങ്ങനെ രണ്ട് ചുമയായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും കുപ്രമറ്റ് ഒക്കെ ആണെങ്കിലോ ഇങ്ങനെ മൂന്നായിരിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞ് മൂന്നും അതിൽ കൂടുതലും ആകാം. ഇങ്ങനെ വരുന്ന ഒരു കുപ്രമറ്റും സ്റ്റാനമറ്റും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ പൊതുവെ ഒരു ധാരണയുണ്ട്, പൾസാറ്റെ ആണെങ്കിൽ ദാഹമില്ല. ശരിയാണ്, പക്ഷെ ദാഹമുള്ള കേസുകളുണ്ട്. ബ്രയോണി ആണെങ്കിൽ ദാഹമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ബ്രയോണിയക്ക് നല്ല ദാഹവും പരവേശമുള്ള കേസുകളുണ്ട്. ബ്രയോണിയക്ക് തണുത്ത വെള്ളം ആണ് ഇഷ്ടമെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാൽ പനിയുള്ള സാഹചര്യങ്ങളിൽ ചിലർ ചൂടുവെള്ളം തന്നെ കുടിക്കും. എന്ന് വെച്ചാൽ അത് ബ്രയോണി ആകാതിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കണം. പനി ഇല്ലാത്ത സമയത്ത് കുട്ടി അവള് പനിയില്ലാത്തപ്പോൾ എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്നതൊക്കെ എന്ന് പറയാനുള്ള അത് ബ്രയോണി കേസ് തന്നെയാണ്. അപ്പം അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഈ പനിച്ചു പരിച്ച് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ധൈര്യപൂർവ്വം ഹോമിയോപ്പതിയെ സമീപിക്കാം. ഹോമിയോപ്പതി ചികിത്സയുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കുറെ കൊച്ചിന് ചുമ വന്നാൽ ചുമ വന്നാൽ ന്യൂമോണിയ ആവില്ലേ? എങ്ങനെയാണ് ആവുന്നത്? പനി സപ്രസ് ചെയ്യുമ്പോഴാണ് പനി ന്യൂമോണിയ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ഈ പനിയുള്ള സമയങ്ങളിൽ പനി സപ്രസ് ചെയ്യാനായിട്ട് പാരസെറ്റമോളും അതുപോലുള്ള മരുന്നുകളും കൊടുക്കാതിരിക്കുക എന്നുകൂടിയാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. ഓക്കെ ധനേഷ് ഡോക്ടറെ, നല്ല രീതിയിൽ തന്നെ ഡോക്ടർ ഇപ്പോഴുള്ള ചുമയെക്കുറിച്ച് സംസാരിച്ചു. ഈ കൂടുതൽ പേര് ചുമയായിട്ട് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് ചുമയായിട്ടൊക്കെ വരുന്നുണ്ടോ ഡോക്ടറെ? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? തീർച്ചയായും പനി വരും. ഇപ്പൊ ഒത്തിരി പേര് ചുമയായിട്ട് വരുന്നുണ്ട്. അത് പക്ഷേ മിക്കവാറും വ്യത്യാസം ഇതാണ്, ചുമ വന്ന് അതിനോടുകൂടി പനി വരുന്നു. സാധാരണ പനി വന്ന് അതിനോടുകൂടി ചുമ വരികയാണ്. ഇത് ചുമയോടുകൂടി തുടങ്ങി പനിയാകുന്ന ഒരു കണ്ടീഷൻസ് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള മിക്കവാറും അതുപോലെ തന്നെ ഡ്രൊസീറ, കുപ്രമറ്റ്, സ്റ്റാനമറ്റ് ഇതെല്ലാം വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻസ് ഫെറോഫോസ് വളരെ നല്ലൊരു മരുന്നായിട്ട് കാണാറുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പനി നമുക്കതുകൊണ്ട് ചുമയെ നമ്മൾ ആ ഒരു രീതി കാണേണ്ട. ഉഷ്ണകാലത്ത് സ്വാഭാവികമായിട്ടും ഈ ബ്രോങ്കൈറ്റിസും അതുപോലുള്ള കംപ്ലൈൻസും കൂടുതലായിരിക്കും. എൻ്റെ ഒരു കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ ഈയിടെ ഭയങ്കര ചുമയായിരുന്നു. ഇതൊന്ന് 85 വയസ്സുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ എവിടെ പോയാലും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ എൻ്റെ കുഞ്ഞമ്മയുടെ മോള് വന്നപ്പോൾ അവള് വിളിച്ചു, ഇങ്ങനെ അമ്മ അതിന് നമുക്ക് നെബുലൈസേഷൻ ഒക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞു, ഒരു കാര്യവും ചെയ്യണ്ട, നിങ്ങൾ മരുന്ന് മാത്രം കൊടുക്കുക, വേറെ ഒരു കാര്യവും ചെയ്യണ്ട, ചെറിയ ചൂടുവെള്ളം കൊടുക്കുക. ആ, കാരണം ആ വീട്ടിൽ അന്ന് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പെയിന്റിങ് നടന്നപ്പോഴത്തേക്ക് ആകെപ്പാടെ ശ്വാസം മുട്ടല്. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് തൊട്ടടുത്ത വീട്ടിലോട്ട് കുഞ്ഞമ്മയെ മാറ്റി. എന്നിട്ട് നമ്മുടെ സാധാരണ മരുന്ന് തന്നെയാണ് കൊടുത്തത്. സിലീഷ്യാണ് കൊടുത്തത്. പെട്ടെന്ന് തന്നെ ചുമ കുറഞ്ഞ് ഇപ്പൊ വളരെ ആള് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് എന്ത് അസുഖം വന്നാലും ഹോമിയോപ്പതി മരുന്ന് മാത്രമാണ് കഴിക്കുന്നത്. അതിനു മുമ്പൊക്കെ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോയി മരുന്ന് മേടിക്കുന്ന ഒരു ശീലമായിരുന്നു. ഇതൊക്കെയാണ് ഇതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ളത്. അത് ആ കുഞ്ഞമ്മയ്ക്കും ഒക്കെ ഈയിടെ നല്ല പനിയായിരുന്നു, നല്ല ചുമയായിരുന്നു. അത് മാറി. നമ്മൾ ഏത് പ്രായത്തിലും കൊച്ചുകുട്ടികൾ കൊണ്ട് ചെറിയ വലിയ കുട്ടി, പിന്നെ പല കുട്ടികളിലും പല ആൾക്കാരിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ESR വളരെ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങളാരും ഇത് ന്യൂമോണിയ ആയതുകൊണ്ട് ഇനി ഹോമിയോപ്പതി പറ്റില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ നമ്മൾ ഒരു ട്യൂബർക്കുലിൻ്റെ മണ്ണം ഒരു ഡോസ് കൊടുത്തിട്ട് ആവശ്യമെങ്കിൽ ആ സൈഡ് 3x കൂടെ വലിയ ആൾക്കാരാണെങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഇതുവരെ അങ്ങനെ എപ്പോഴും അസുഖം വരാതിരുന്ന ഒരാൾക്ക് പുള്ളിക്ക് ഇത് വലിയൊരു ചുമ വന്നു. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ESR 60 ഉണ്ട്. പക്ഷേ ഒരു 3 ആഴ്ച സമയം വേണം, റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അയാൾ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ എല്ലാം നോർമലായി. ആളിപ്പം വീണ്ടും പഴയ പോലെ ഈ കേബിളിന്റെ വർക്ക്, അതായത് വെയിലുകൊണ്ട് വെയിലത്ത് നിന്ന് തന്നെ പണി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ രീതിക്ക് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ അയാൾ ഹോമിയോപ്പതി കഴിക്കാൻ കാരണം ഇയാളുടെ 2 കുട്ടികളെ മാറി മാറി അടുപ്പിച്ച് അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ ഹോമിയോ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ആ പിള്ളേരുടെ ഈ ഹോസ്പിറ്റലൈസേഷൻ പൂർണ്ണമായിട്ട് മാറി. ഇപ്പം കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് ഇതുവരെ അവർ പിന്നെ അലോപ്പതിയിലോട്ട് പോയിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഹോമിയോപ്പതി തന്നെ കൊടുത്തതും കഴിച്ചതും അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറിയതും. പിന്നെ ഞാൻ അങ്ങനെ വന്ന ഒരു കേസിൽ എപ്പോഴും ട്യൂബർക്കുലോസിസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അയാൾക്ക് അത് ഇല്ലായിരുന്നു. പിന്നെ എക്സ്റേ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞില്ല. അല്ലാതെ തന്നെ രോഗം മാറി. ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ ഡോക്ടറെ, നമുക്ക് ഇനി മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലേക്ക് പോകാം അല്ലെ. മറ്റുള്ളവർക്ക് എന്താണ് ഈ ചുമ കേസിൽ പറയാനുള്ളത്? ഡോക്ടർ അഞ്ജിത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഈവനിങ്. ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മുടെ ഈ എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ ഈ പനി, അതുപോലെ തന്നെ ചുമ, തുമ്മല്, ചെറിയ മൂക്കൊലിപ്പൊക്കെ. ഇതൊക്കെ നമ്മളിപ്പോ ആവി പിടിക്കുമ്പോഴും അതുപോലെ തന്നെ ആ, ചൂടുവെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇതിന് ഈ ഒരു സ്വാഭാവികമായ നമ്മുടെ ശരീരത്തിന്റെ ആ പ്രതിരോധത്തിന് നമ്മൾ സപ്രസ് ചെയ്യുകയാണ് എന്നൊരു പക്ഷം ഞാൻ ഈ കഴിഞ്ഞിടക്കൊന്ന് കേട്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡോക്ടേഴ്സിന്റെ അഭിപ്രായം എന്താ? നമ്മളുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരാൾക്ക് സാധാരണ അയാൾ തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാളായിരിക്കും. പനി വരുമ്പോൾ അയാളുടെ മനസ്സ് ആഗ്രഹിക്കുകയാണ് എനിക്ക് ചൂടുവെള്ളം കുടിക്കണമെന്ന്. അപ്പൊ ഒരാൾക്ക് എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ അയാൾ കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ. നേരെ മറിച്ച് നല്ല പനിയുള്ളപ്പോൾ ഒരു എന്ത് വന്നാലും എനിക്ക് നല്ല തണുത്ത ഫ്രിഡ്ജിലെ വെള്ളം തന്നെ ഞാൻ കുടിക്കുള്ളൂ എൻ്റെ ഡോക്ടറെ. ഫോസ്ഫറസ് ആണ് മെഡിസിൻ. അയാൾ തണുത്ത വെള്ളം കുടിച്ചാലും ഒന്നും സംഭവിക്കില്ല, അയാൾക്ക് കൂടില്ല. ആ ഫോസ്ഫറസ് ആണെങ്കിൽ അവൻ ഐസ്ക്രീം കഴിച്ചാൽ കുഴപ്പം വരില്ല. നമ്മൾ പല ഉം. ആൾക്കാരും ചെയ്യും. സാറേ ഇന്നലെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് കേട്ടോ, ഇപ്പൊ ഞാൻ 2 ഐസ്ക്രീം കഴിച്ചു, അവക്കൊന്നും ഒരു കുഴപ്പം വന്നില്ല സാറേ. പണ്ടൊക്കെ അവൾക്ക് ഐസ്ക്രീം കഴിച്ചാലുണ്ടല്ലോ അപ്പൊ പനിയാണ്. ഇതാണ് ഉം. ഫോസ്ഫറസ്. അപ്പൊ നമ്മൾ സപ്രസ് ചെയ്യണോ ചെയ്തത്? അല്ല, അല്ല. സപ്രസ് എന്ന് പറയുന്നത് അതല്ല. അതായത് ചൂട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ ചൂട് സപ്രസ് ആയി. അതായത് ഉം. അപ്പൊ എന്താ പറ്റിയത്? ശരീരത്തിൽ കാത്തു നിൽക്കുന്ന പട്ടാളം പോലീസ് എല്ലാം അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിട്ട് മാറുകയാണ്. ശരീരം അങ്ങ് തണുക്കുകയാണ്. തണുത്ത് കഴിയുമ്പോഴോ, ശരീരം തണുക്കുമ്പോഴത്തേക്ക് ഈ വന്ന വന്ന പട്ടാ വന്ന ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും വളരാനുള്ള നല്ലൊരു അവസരം അവിടെ കിട്ടുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഈ അന്നേരമാണ് മറ്റേ ഒരു അമേരിക്കൻ പട്ടാളത്തിനെ കടത്തി വിടുന്നത്. ഏത്? ആന്റിബയോട്ടിക്. ഈ ആ. അവനങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് പറ്റും? തിരിച്ചാണ് സംഭവിക്കുന്നത്. തിരിച്ച് സംഭവിക്കും. അവിടെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ആയ നമ്മുടെ ഈ പോലീസ്, പട്ടാളം, ഹോംഗാർഡ്, അതായത് പോളിമോർഫിലിംഫസൈറ്റ്, മോണോസിൽ, ഈസ്നോഫിൽസ്, ഇവരെല്ലാം അവിടെ കാത്തിട്ട് കിടക്കാണ്. ഇവരൊക്കെ നിർവീര്യമാകും. അപ്പൊ പ്രതിരോധ ശേഷി കുറയും. അപ്പൊ നിരന്തരം അസുഖം വരും. അപ്പൊ ഫീവർ സപ്രസ് ചെയ്യുമ്പോഴുന്ന കേസുകളിലാണ് ഏറ്റവും കൂടുതൽ ആസ്മ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആസ്മ കൂടുതൽ കണ്ടുവരുന്ന ഈ സൈക്കാട്രിക് മാനസിക സമ്മർദ്ദം, മാനസിക പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാർക്കാണ്. രണ്ട്, ഇതുപോലെ തന്നെ പനി ഉള്ളിലോട്ട് ഒതുക്കി എപ്പോഴും സപ്രസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആസ്മ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സപ്രഷൻ. അല്ലാതെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഒരാളോടും പറയാറില്ല നിങ്ങൾ പനി വരുമ്പോൾ തുണി നനച്ചിടാൻ. ഇറ്റ്സ് എ റോങ് തിങ്. ഞാൻ ഉം. അവരോട് പറയും ഇങ്ങനെ നിങ്ങൾ കൈവെക്കുക, ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ നിങ്ങളുടെ ശരീരത്തോട്ട് ആ തണുപ്പ് പോരും, ചൂട് പോരും. ഇവിടുന്ന് തണുപ്പോട്ട് അങ്ങോട്ട് ചെല്ലത്തില്ല. നേരെ മറിച്ച് തുണിയിടുന്ന കുറെ കഴിയുമ്പോൾ കുട്ടി കിടന്ന് ഇങ്ങനെ വിറയ്ക്കും. അയ്യോ, ഇങ്ങനെ പറക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കേസുകൾ ഫിറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ദിവസം 8-10 ഫിറ്റ്സ് വന്നിട്ട് ഒരേ സമയത്ത് ഐസ് ഐസ് ബാഗ് വെച്ചുകൊണ്ടിരുന്ന, അല്ലെ ഐസ് വെള്ളത്തിൽ കിടത്തുന്ന കേസുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ആ കേസ് നമ്മൾ ഇന്ന് വരെ ഒരു തുണി നനച്ചിടാതെയും ഒന്നും ചെയ്യാതെ നമ്മൾ സിമ്പിൾ മെഡിസിൻ കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതല്ല സപ്രഷൻ. നമ്മൾ ഈ പറഞ്ഞ ആ. പോലെ തണുപ്പൊക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രോഗം മാറും. പക്ഷെ നമുക്ക് ആ രോഗി എന്താണ്, ഇപ്പൊ ഒരു അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു രോഗി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ചൂട് അമ്മയുടെ മേത്തോട്ട് പോവുകയാണ്. അപ്പൊ അവിടുന്ന് ഒരു സ്വാന്തനം ഇങ്ങോട്ട് വരികയാണ്. ഇതൊക്കെയാണ് അതല്ല രോഗിക്ക്. ഡോക്ടറെ ഞാൻ ചോദിച്ചതേ, ഇപ്പൊ കൊച്ചിന് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും ചൂടുവെള്ളം കുടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ചൂടുവെള്ളം കുടിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ നമ്മുടെ ഇതില്. നമ്മൾ ഇതിനെല്ലാം സപ്രഷനായിട്ട് കാണേണ്ട കാര്യമില്ല. ഏ ഇല്ല. പിന്നെ ഡോക്ടറെ, ഈ ആവി പിടിക്കുന്നതും നെബുലൈസേഷനും ഇത് ഏത് ടൈമില് എന്ത് അവസ്ഥ വന്നാൽ നമുക്ക് ചെയ്യാൻ പാടില്ല, എന്ത് വന്നാൽ ചെയ്യണം? അല്ല, കഴിയുന്നതും നമ്മൾ അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഉം. ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളാണ്. സ്വാഭാവിക ഉം. കേസുകളൊന്നും തന്നെ ഞാനിതൊന്നും അഡ്വൈസ് ചെയ്യാറില്ല. കാരണം സാധാരണ അലോപ്പതി ചെന്നാൽ അവർ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് മറ്റുള്ളവർക്ക് തോന്നില്ല. നേരെ മറിച്ച് നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് നമ്മളുടേതായ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുകയും അത് അവരിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഷാജി ഡോക്ടറൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനാണ്. ഓക്കെ, താങ്ക് യു ശരി. ഡോക്ടർ, താങ്ക് യു. നമസ്കാരം. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പൊ വെളുപ്പിന് 12:30 അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഏതായാലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയതുകൊണ്ടും എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാനുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഏതായാലും ഡോക്ടർ ഇപ്പൊ ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഫീവർ കേസ് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീവർ ഒരിക്കലും സപ്രസ് ചെയ്യരുതെന്നുള്ളതാണ്. ഫീവറാണ് സപ്രസ് ചെയ്യരുത്, അല്ലാണ്ട് നമുക്ക് ഒരു ശരീരത്തിന് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഇഷ്ടത്തിന് നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല, അതല്ല സപ്രഷൻ. ഫീവർ സപ്രഷനാണ്. കാരണം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമ്മുടെ ഓരോ ബയോകെമിക്കൽ റിയാക്ഷനും അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന ഓരോ ബയോകെമിക്കൽ റിയാക്ഷൻ്റെയും ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ, 37°C അല്ലെങ്കിൽ 98.6°F. അപ്പം നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി കൂടി കഴിയുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് അത് കാലാവസ്ഥയിലുള്ള വ്യത്യാസം ഒക്കെ വരും. കാരണം നമ്മുടെ ഈ ഫിസിക്കൽ ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ആന്റിബോഡീസ് ഒക്കെയാണ്. ഇതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. ഇപ്പം നമ്മൾ പഞ്ചസാര ചൂട് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ലയിക്കും. അങ്ങനെ നല്ല തിളച്ച വെള്ളത്തിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി അത് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെ തണുപ്പിച്ചാൽ തണുപ്പുള്ള അവസ്ഥയിൽ അതിൻ്റെ സോല്യൂബിലിറ്റി കുറവായതുകൊണ്ട് ആ ചൂടുള്ളപ്പോൾ കൂടുതൽ ലയിച്ചത് തണുക്കുമ്പോൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു വരും. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ഇമ്മ്യൂണിറ്റിയും ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ സോല്യൂബിലിറ്റിയും അതിൻ്റെ ഫിസിക്കൽ പ്രസൻസും വ്യത്യാസം വരും. അപ്പൊ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്ന് ചൂടിലോട്ട് മാറുമ്പോഴും ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് തണുപ്പിലോട്ട് മാറുമ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ എപ്പിഡമിക്സ് സാധാരണയായിട്ട് പടർന്നു പിടിക്കുന്നതിൻ്റെ കാര്യം. അത് ഈ ട്രോപ്പിക്കൽ ഏരിയയിലും ഒക്കെയുള്ള അതുമാതിരി സഡൻ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന എല്ലാ അവസ്ഥയിലും വരാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സമ്മറിലൊക്കെ ഈ നല്ല ചൂടത്തോടെ നടന്നിട്ട് എയർ കണ്ടീഷൻ മുറിയിലോട്ട് പെട്ടെന്ന് വന്ന് കയറുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് ശരീരം നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തെ തണുപ്പിക്കുക, അല്ലെങ്കിൽ എയർ കണ്ടീഷനുള്ള കാറിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നല്ല ചൂടുള്ള അവസ്ഥയിലോട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങുക. ഇതൊക്കെ സഡൻ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുത്തുക. അങ്ങനെ സഡൻ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുത്തുമ്പോഴാണ് നമ്മുടെ ഈ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വന്നിട്ട് അവിടെ മൈക്രോ ഓർഗാനിസത്തിന് ഒരു അപ്പർ ഹാൻഡ് വരും. അപ്പോൾ ഈ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൊക്കെ കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണയായിട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെയാണ് ഈ ലങ് ഇൻഫെക്ഷൻസ് വരാൻ പ്രൈമറി ആയിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി തന്നെ അതിന് കൊടുക്കുന്ന പ്രൈമറി പ്രൊട്ടക്ഷനാണ് ആ ടെമ്പറേച്ചർ കൂട്ടുക. അങ്ങനെ ആ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വർധനവിലൂടെ അവ വെളിവിട്ട ടോക്സിൻസ് നമ്മുടെ ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസുമായിട്ട് റിയാക്ട് ചെയ്യാതെ ശരീരം ഒരുക്കുന്ന പ്രതിരോധമാണ് പനി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ടോക്സിൻസ് കൂടി പനിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അതിൻ്റെ മെക്കാനിസം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കൽ ഫാർമ ബുക്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവർ നൽകുന്ന പക്ഷെ ടെമ്പറേച്ചർ കുറയുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു പോസിബിൾ മെക്കാനിസം എന്ന് പറയും നമ്മുടെ ഹൈപ്പോതലാമസിലെ ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്ററിനെ അത് ഡിസ്ഫങ്ഷണലാക്കി ആ ബോഡിയുടെ ടോക്സിസിറ്റി ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ഇല്ലാണ്ടാക്കി പനി പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കുന്നു. അങ്ങനെ പനി പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ വർധന കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്
അത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ വർധനവിനും നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ ആന്റിബയോട്ടിക് അതുപോലെ തന്നെ അലോപ്പതി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആ മൈക്രോ ഓർഗാനിസത്തും നശിപ്പിക്കപ്പെടും. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ദേ ഹാവ് നോ എഫക്റ്റീവ് മെഡിസിൻ. അത് നമ്മൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേ ഹാവ് നോ എഫക്റ്റീവ് ആന്റി വൈറൽ മെഡിസിൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? വൈറസിന്റെ എണ്ണം പഴയ പോലെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടോക്സിക് എഫക്റ്റ് ഹൈ ആയിട്ട് തന്നെ ഇരിക്കും, ടോക്സിൻസും ഉണ്ടാവും. ഇത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്ത് ഡിപ്പെൻസ് അപ്പോൺ ദ സൈറ്റ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ചിക്കൻ ഗുനിയ ആണെങ്കിൽ ജോയിന്റ്സ് ആണ്, റൊമാറ്റിക് ഫീവർ ആണെങ്കിൽ ഹാർട്ടിന്റെ വാൽവ്സ് ആണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഡെങ്കി ഹെമറേജിക് ഫീവർ ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇങ്ങനെ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ കോവിഡിനൊക്കെ മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെയാണ് അതിന്റെ ആക്ഷൻ വരുന്നത്. അപ്പൊ ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുത്തുകയും അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് നയിക്കുക, അതിന്റെ ഡിസീസ് അഗ്രിവേഷൻ പെട്ടെന്ന് കൂടും. അപ്പൊ ഈ പനി വന്നു കഴിഞ്ഞ് ഈ ഫീവർ സപ്രഷൻ നടത്തി കഴിയുമ്പോഴാണ് ആ ടോക്സിൻസ് ആക്ട് ചെയ്ത് ആ ഇൻഫെക്ഷൻ കൂടി ചുമയിലോട്ടൊക്കെ കൂടുതലായിട്ട് വരുന്നതിനുള്ള ഒരു കാരണം. അപ്പൊ നമ്മൾ ആ ഫീവർ ഈ ടോക്സിസിറ്റി ഉള്ളത്രയും നാള് തന്നെ നമ്മുടെ പനി മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡീനെ അനുവദിക്കണം. അതൊരു ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള വിസ്ഡത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അപ്പൊ നമ്മൾ പനി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ബോഡിയിലുള്ള അധികം ഉള്ളത് വാട്ടറാണ്. ആ വാട്ടർ ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് ഡീഹൈഡ്രേഷൻ നടക്കുന്നത് തടയാനായിട്ട് നമ്മൾ വെള്ളം കൂടുതൽ കുടിപ്പിക്കണം. ഇപ്പൊ നോസിയ, വൊമിറ്റിങ്ങും ഡയറിയും ഒക്കെ കൂടെ പനിയുടെ ഒപ്പം ഉണ്ട്. വെള്ളം കുടിച്ചാൽ ശരീരത്തിൽ റിട്ടേൺ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ IV കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ അതൊക്കെ നമ്മൾ ജുഡീഷ്യസ് ആയിട്ട് മാനേജ്മെന്റ് വേണം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, ഈ ഫിറ്റ്സ് വരുന്ന കുട്ടികളുണ്ട്. ഈ ഫിറ്റ്സ് വരുന്നത് പ്രത്യേക ഒരു ക്യാരക്ടറുള്ള കുട്ടികളുടെ. അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെടും. ക്യുക്ക് ടെമ്പറമെന്റ് ഉള്ളവർത്താണ്. ക്യുക്ക് ടെമ്പറമെന്റ് ഉള്ള കുട്ടികളിൽ ഈ മസിൽസിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇപ്പൊ ചില പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവർ ഭയങ്കര ക്യുക്കാണ്, പെട്ടെന്ന് ഭക്ഷണം കഴിക്കും, പെട്ടെന്ന് ചിട്ടപ്പെടാമെന്നായിരിക്കും അവരുടെ ആക്ഷൻസ് ഒക്കെ. ഇങ്ങനെയുള്ളവരിലാണ് അധികവും ഈ ഫെബ്രൈൽ ഫിറ്റ്സ് വരുന്നതിന്റെ കാര്യം. കാരണം അവരുടെ ഈ പനി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെറ്റബോളിക് റേറ്റ് കൂട്ടിയാണ് പനി വരുത്തുന്നത്. അപ്പൊ ആ മെറ്റബോളിസം കൂട്ടി പനി മെയിൻറ്റെയിൻ ചെയ്യാൻ, ടോക്സിസിറ്റി ഉള്ള അത്രയും നേരം പനി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ന്യൂട്രീഷൻ സ്റ്റോറേജ് ഇല്ലെങ്കിൽ അത് ഡിപ്ലീഷനായി പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡി മസിൽസ് കൺട്രാക്ഷന് വേണ്ടി ഉള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് ഈ മസിൽ കൺട്രാക്ഷൻ ആണ് ഈ ഫിറ്റ്സ് പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ ഗ്ലൂക്കോസ് കലക്കി അല്ലെങ്കിൽ ഷുഗർ കലക്കി കൊടുത്താൽ ആ ഫെബ്രൈൽ ഫിറ്റ്സിനെ പെട്ടെന്ന് നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. അത് ന്യൂട്രീഷണൽ ഡിപ്ലീഷൻ കൊണ്ട് വരുന്നതാണെന്ന് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളവർ പറഞ്ഞു വരുന്നുണ്ട്. അത് വളരെ സത്യവുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ പനി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൂടുതൽ വെള്ളം കുടിപ്പിക്കണം. അതുപോലെ തന്നെ ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള ന്യൂട്രീഷനും പനി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൊടുത്താൽ, അല്ലെങ്കിൽ IV ഇട്ട് കൊടുത്താൽ അത് 5% ഡെസ്ട്രോസും നോർമൽ സലൈനൊക്കെ മാറി മാറി കൊടുത്താൽ മതി. അപ്പൊ ആ പനിയുടെ ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ 1-2 ആഴ്ച പനിച്ചു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. നമ്മുടെ ബോഡി നമ്മുടെ കറക്റ്റ് മെഡിസിൻ കൊടുത്ത് ആ ഇമ്മ്യൂണിറ്റി റീഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ബോഡിയിലുള്ള ടോക്സിൻസിനെ എല്ലാം ഡീടോക്സിഫൈ ചെയ്യും. മൈക്രോ ഓർഗാനിസത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടായി കഴിയുമ്പോൾ ആ പനി സ്വമേധയാ കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പനി മാനേജ്മെന്റിനുള്ള ഒരു മെക്കാനിസത്തെ കുറിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഫീവർ പേഷ്യന്റ് ഐ നെവർ അലോ ദം ടു സപ്രസ് ഫീവർ ആൻഡ് ദാറ്റ് ഹാവ് ഗിവൺ മീ വെരി ഗുഡ് റിസൾട്ട്സ് ഇറ്റ്സെൽഫ് വിത്തൗട്ട് കോംപ്ലിക്കേറ്റിംഗ് ദ പ്രോബ്ലം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷനും നടക്കാം. പനി മെയിൻറ്റെയിൻ ചെയ്താലും
ഈ ഇപ്പൊ നമ്മൾ ചിക്കൻ ഗുനിയയിലൊക്കെ നമ്മുടെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, ഈ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിക്കൻ ഗുനിയ കാലത്ത് ചികിത്സിച്ചവർക്ക് അറിയാം, പാരസെറ്റമോൾ കൊടുക്കാതെ ചികിത്സിച്ചവർക്ക് ആ ജോയിന്റ് പെയിൻ കോംപ്ലിക്കേഷൻ മിനിമലായിരുന്നു. എന്നാൽ പാരസെറ്റമോൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി കഴിച്ചവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോയിന്റ് പെയിൻ ആയിട്ട് ഇപ്പോഴും നടക്കുന്നവർ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ഇൻഫെക്ഷൻ ഡിസീസിനും ബാധകമാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ കോംപ്ലിക്കേഷൻസ് ഏറ്റവും കുറവായിരിക്കും. പിന്നെ ഈ ചുമ അധികവും ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? പലപ്പോഴും ഈ പാരസെറ്റമോൾ വാങ്ങിച്ച് താൽക്കാലിക ശമനത്തിന് ശ്രമിക്കുന്നവരിലും അലോപ്പതി ചികിത്സയ്ക്ക് പോകുന്നവർക്കുമാണ്. അപ്പോൾ ഈ വരുന്ന വൈറൽ ഇൻഫെക്ഷൻ അലോപ്പതി ചികിത്സയല്ല, ഹോമിയോപ്പതി തന്നെയാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള പ്രചരണവും നമ്മൾ കൊടുക്കണം. അത് ഏറ്റവും സത്യവുമാണ്. അതിന് നമ്മൾ കറക്റ്റ് മെഡിസിൻ കണ്ടെത്തി അത് കൊടുക്കാനുള്ള കോമ്പിറ്റൻസ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം ഓരോ വൈറസും അത് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസിനും ഇൻറ്റൻസിറ്റിക്കും ഒക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസ് അനുസരിച്ച് നമ്മുടെ ഇപ്പം മെഡിസിനും പൊട്ടൻഷ്യയും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വളരെ എഫക്റ്റീവ് എല്ലാ വൈറൽ ഡിസീസിനെയും മാറ്റാൻ പറ്റും. പുതിയതോ പഴയതോ ഒന്നും ഉള്ളത് നമുക്ക് ബാധകമല്ല. അപ്പം നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇടയിലുള്ളവരുടെ പരസ്പര സഹകരണവും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ നമുക്ക് കളക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വൈറൽ ഡിസീസിന് ഹോമിയോപ്പതി ഈസ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാം, വിത്ത് മിനിമൽ കോംപ്ലിക്കേഷൻസ്. താങ്ക് യു. ഓക്കെ ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടർ നമുക്ക് നല്ല രീതിയിൽ എന്താണ് ടെമ്പറേച്ചർ മാനേജ്മെന്റിനെ കുറിച്ചും ചുമ വരുന്ന റീസൺ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ ഡോക്ടർ സംസാരിച്ചു. ഇനി ഡോക്ടർ അഞ്ജിത നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്താണോ? എന്തായാലും നമുക്ക് ഇനി 1-2 ഡോക്ടേഴ്സിലൂടെ പോയിട്ട് വന്നിട്ട് നമുക്ക് സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. നമുക്ക് അടുത്തത് ദേവൻ ഡോക്ടർ ഉണ്ട്. ദേവൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ് ഞാൻ. ചുമച്ച് കേരളം, ആക്ച്വലി ഇത്രയും ചുമ അധികം ഇങ്ങനെ ഇപ്പോ നമ്മുടെ കേരളത്തിലുണ്ടോ? ഒരുപാട് പേഷ്യൻസിന്റെ വർധനവ് ചുമ കാരണം സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ടോ? ഹോമിയോപ്പതിക്കാരെ അടുത്ത് എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് മാനേജ്മെന്റ്? ദേവൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ദേവൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. പറ്റുന്നില്ല. ഡോക്ടറെ ഹലോ, നമസ്കാരം. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അയാളുടെ ഒരു പെട്ടെന്നൊരു അസുഖത്തിന്റെ ഡോക്ടർ തന്നെ, ഞാൻ അതിന്റെ ഒന്ന് എന്നുവെച്ചാൽ ഞാൻ അവർ റെഫർ ചെയ്തോണ്ടിരിക്കുക, അത് സംസാരിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് സോറി. ഇപ്പൊ ഞാൻ കയറി എങ്കിലും ഡോക്ടർ ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ സംസാരിക്കുന്നില്ല. ഞാൻ വേറെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാനൊന്ന് ഒരു കേസ് ഒന്ന് റെഫർ ചെയ്തിരിക്കുക. ആണോ? ഇപ്പഴേ ഇതിന്റെ ഇടയ്ക്കാ വിളിച്ചത്. ആണോ? അപ്പൊ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യോ? ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരക്ക് കഴിയാം. കാരണം ഇതിൽ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് ലീവ് ആയിട്ട് വരുവുള്ളൂ, പിന്നെ കയറുള്ളൂ. ഓക്കെ. അടുത്തത് അഞ്ജിത ഡോക്ടർക്ക് എന്താണ് സംശയം? അപ്പോഴ് ദേവൻ ഡോക്ടർ ഇപ്പൊ തൽക്കാലം ഇല്ല. ഹരിഹരൻ ഡോക്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ ഹരികുമാർ ഡോക്ടർ ഉണ്ട്. ഇവർക്കൊക്കെ ഒന്ന് ഇപ്പോഴത്തെ ചുമയെ കുറിച്ച് സംസാരിക്കാം. ഹരിഹരൻ ഡോക്ടർ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഹരിഹരൻ ഡോക്ടർക്ക്. ഹരിഹരൻ ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? ഹരികുമാർ ഡോക്ടർ ഉണ്ടോ നമ്മുടെ? ഹരിഹരൻ ഡോക്ടറെയും ഹരികുമാർ ഡോക്ടറെയും കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇല്ലെങ്കിൽ വേറെ മറ്റ് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ്
ശാന്താചന്ദ്രൻ മാഡം ഉണ്ടല്ലോ. ശാന്താചന്ദ്രൻ മാഡം സംസാരിക്കുന്നുണ്ടോ? കാണുന്നില്ലേ? ആരുമില്ലേ? സുനിൽ കുമാർ ഡോക്ടർ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? അഞ്ജിത ഡോക്ടർ പിന്നെ ഹാൻഡ് റൈസ് ചെയ്ത് എന്തിനായിരുന്നു? ചോദിച്ചോളൂ ഡോക്ടറെ. സലീം കുമാർ ഡോക്ടർ ഉണ്ട്. സലീം കുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. സലീം കുമാർ ഡോക്ടറെയും കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആ ഞാനിപ്പോഴത്തെ എൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ തൃപ്തനല്ല. അപ്പോൾ അതുകൊണ്ട് അല്ലേ? എനിക്ക് ഒന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയതല്ല. ഞാൻ ഒരു കണക്കിന് ശ്വാസം മുട്ടിയൊക്കെ മരുന്ന് കൊടുത്ത് പിടിച്ചൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്കങ്ങോട്ട് ഈ എൻ്റെ 10-30 വർഷത്തെ സർവീസിൽ ഇതുപോലത്തെ ചുമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആണോ? അപ്പൊ ഇപ്പോഴത്തെ ചുമയെ കുറിച്ച് ഡോക്ടർ ഒക്കെ പറഞ്ഞാൽ മതി. എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത കാരണം ഒന്ന് പറയാമോ? എന്താണ് കുറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ കൃത്യമായ കുറയുന്നില്ല. ആ അല്ല, കുറയും, പക്ഷെ വീണ്ടും വരുന്നു. അതൊരു ലാഗ് ചെയ്യണം, അത് ശരി. നീണ്ടു പോകുന്നു. ഒരു മാസമൊക്കെ ചുമ നീണ്ടു പോകുന്നു. അല്ല പേഷ്യൻസ് ചിലപ്പോൾ ഇപ്പോഴത്തെ ആശ്വാസം ഈ ഉണ്ടെന്നൊക്കെ പറയും. ചുമച്ച് ചുമച്ച് കേരളം എന്നുള്ള അതിനകത്ത് മറ്റേ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ചുമ വന്ന് ഒറ്റ ദിവസം കൊണ്ട് ലോസ് ഓഫ് വോയിസ് ഈ ശബ്ദം നഷ്ടപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞത് ശ്വാസകോശത്തിനെ ബാധിക്കുന്നു, ന്യൂമോണിയ ആവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല അങ്ങനെയാണോ ചുമ? അതേ ചുമ നമ്മൾക്ക് നമ്മുടെ അടുത്ത് തന്നെ ഹോമിയോ മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയല്ല, അപ്പൊ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റേതിപ്പോ മോഡേൺ മെഡിസിൻ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവാം. അതാ എനിക്കറിയില്ല. ചുമ എങ്കിലും ഒരു വന്ന് ശബ്ദം സാറ്റിസ്ഫൈഡ്. പോണൊക്കെ ശബ്ദം പോയ ആൾക്കാർ കുറച്ചുപേരൊക്കെ അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും കണ്ടില്ല. നമ്മുടെ മെഡിസിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു സ്പെസിഫിക് മെഡിസിൻ പോലെ അങ്ങനെ ഒന്നും കൃത്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന മെഡിസിനായിട്ട് കൊടുത്താൽ മതി എന്നും പറയാൻ ഞാൻ ആളല്ല. നമ്മളിപ്പോൾ അപ്പൊ കാണുന്ന രീതിയിലൊക്കെ കൊടുക്കുകയാണ്. ഡോക്ടർ ഏതൊക്കെ മെഡിസിൻ ആണ് മെയിൻ ആയിട്ട് കൊടുത്തത്? ഡോക്ടർക്ക് ചുമയുണ്ടോ? അതിന്റെ സിംറ്റംസ് എന്താണ് പറയാൻ ഡോക്ടർ? അല്ല, എനിക്ക് പനി വന്നെങ്കിലും ചുമ വന്നില്ല. ആ പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫീവറിന് ശേഷമുള്ളതാണെങ്കിൽ അങ്ങനെ വരെ ഓർത്ത് നോക്കും. പിന്നെ ചിലപ്പോൾ ഈ ജസ്റ്റീഷ്യ, കാസ്റ്റാനിയ വെസ്കായി ടിഞ്ചറൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി ചേർത്ത് കൊടുത്ത് നോക്കും. അങ്ങനെയൊക്കെ പലതും വെച്ച് താങ്ങുകയാണ്. കുപ്രം വെച്ച് കൊടുത്തു നോക്കണ കേസുകളുണ്ട്, കൊറാലിയം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്നും ഒരു തൃപ്തിയല്ല. പോഞ്ചിയോ നോക്കാൻ ഒച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്പോഞ്ചിയ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാറില്ല. നോക്കാം. സ്പോഞ്ചിയോ നോക്കാം. ആ മറിയാമ്മ ഡോക്ടർ അതിന് മുമ്പ് തന്നെ മറിയാമ്മ ഡോക്ടറിലേക്ക് വരാം. അതിനിപ്പോ സോയ ഇപ്പം ഡോക്ടർ എന്തോ പിന്നെ നമ്മളെ ചാറ്റ് ബോക്സിൽ ഇട്ടല്ലോ, ചോദിക്കാം. ഡോക്ടറെ എനിക്ക് പറയാനുണ്ട്. ഞാനാണ് ഇത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അലോപ്പതിക്കാരുടെ നിസ്സഹായാവസ്ഥ. അതായത് അവർക്ക് ചുമയെ പറ്റി ഒന്നും ചെയ്യാനില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചുമ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് ബ്രയോണിയ, ട്രോസറ, സ്പോഞ്ചിയ, സ്റ്റാനമറ്റ്, സ്റ്റിക്റ്റ അങ്ങനെയുള്ള മെഡിസിൻസ് ആണ്. ടിഞ്ചറിലായിട്ടൊന്നും പോകേണ്ടേ വരുന്നില്ല. വളരെ 2 ദിവസം കൊണ്ട് ടെമ്പറേച്ചർ കംപ്ലീറ്റ് മാറുന്നുണ്ട്. ഒരു 5 ദിവസം കൊണ്ട് ചുമയും മാറുന്നുണ്ട്. നമ്മുടെ തുടക്കത്തിലേ നമ്മുടെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ചുമയിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അല്ല, പനി അല്ലാതെ ചുമയായിട്ട് മാത്രം വരുന്നുണ്ടോ? ചുമയായിട്ട് മാത്രം വരുന്നവർക്ക് നമുക്കൊരു 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് വരുന്നവർക്ക് SGOT കൂട്ടി കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടിയിട്ടില്ല. SGOT കൂട്ടി കാണിക്കുന്നുണ്ട്. അത് ആണ് ഇപ്പൊ സ്ഥിരം ഇപ്പോഴത്തെ ചുമക്കുള്ള മരുന്ന് കഴിക്കുമ്പോഴാണോ അതേ സ്ഥിരമുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ? അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് വരുമ്പോ അങ്ങനെ ഒരു സംഭവം കൂടെ കാണുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഞാൻ എന്തുകൊണ്ടാന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറഞ്ഞ എന്തോ കംപ്ലൈന്റ് വന്നു, പക്ഷെ അത് എന്ത് മെഡിസിന്റെ കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് ആദ്യം പിടികിട്ടിയിട്ടില്ല. നമ്മുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ കൺട്രോൾ ആവുന്നുണ്ട്. ഓക്കെ, എല്ലാ മെഡിസിനും സൈഡ് ഇഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാം. അപ്പൊ അത് ഈ ചുമയ്ക്ക് കൊടുക്കുന്ന ഏതെങ്കിലും മെഡിസിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം, അത് നോക്കണം. അതെ അതെ.
ലിവറിന്റെ കോംപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ഈ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ 36.6 തൊട്ട് 6 കഴിഞ്ഞാൽ പിന്നെ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. 98 ശേഷമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അത് ഷാജി ഡോക്ടർ പറഞ്ഞോട്ട് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെ അല്ലെങ്കിൽ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. 36.6ന്റെ മേളിലേക്ക് വൈറൽ ഇൻഫെക്ഷന്റെ ടെമ്പറേച്ചർ ഞാൻ കാണുന്നുണ്ട്. 98 ശേഷം വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടെ വരുമ്പോഴാണ്. അല്ല, അത് രണ്ടും 2 ഡിഗ്രി അല്ലേ ഡോക്ടറെ? അത് രണ്ട് അത് രണ്ടല്ല തന്നെ, പറഞ്ഞു. 2 ഡിഗ്രി ആണെങ്കിൽ 37 ഒന്ന് സെൽഷ്യസും ഒന്ന് 36.7 തൊട്ട് കാണുന്നുണ്ട്. മറ്റേത് രണ്ട് മിക്സ് ചെയ്യാണ്ട് പറ. 36.7 തൊട്ട് വൈറൽ ഇൻഫെക്ഷന്റെ ടെമ്പറേച്ചർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അതൊരു 38 ശേഷം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറും മീഡിയം ലൈറ്റ് അതെ ടെമ്പറേച്ചറും. അതെ. ലോ ഫീവർ കാണിക്കുന്നത് വൈറൽ ഫീവറിന്റെ തുടക്കത്തിലാണ് അങ്ങനെ കാണിക്കുക. അപ്പൊ നമുക്ക് കൊച്ചുങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷീണം ഒന്നും കാണിക്കില്ല, പക്ഷെ ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. 36.6ന്റെ മേളിലേക്കായിരിക്കും. അല്ല, ഇപ്പോഴത്തെ വൈറൽ ഇൻഫെക്ഷൻ ലോ ഫീവർ ആണെന്നാണ് പൊതുവെ. ലോ ഫീവർ ഉണ്ട്. അത് ആ. ഹൈപ്പോതെർമിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് 36ന്റെ താഴോട്ട്, ബിലോ 36, അതായത് 35.8 തൊട്ട് ഹൈപ്പോതെർമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് കുളിര് കൂടുതൽ കാണിക്കുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ ചിൽനെസ്, നമ്മുടെ റെസ്റ്റോസിന്റെ സിംറ്റം. ആക്സിലർ ടെമ്പറേച്ചർ ആണോ, മൗത്ത് ആണോ, എവിടെന്ന് എങ്ങനെയാ ടെമ്പറേച്ചർ? ഞാൻ ഫോർഹെഡിലാണ് നോക്കാറുള്ളത് കൂടുതലും. ഫോർഹെഡിൽ. ഓക്കെ. മറ്റേ എന്തോ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വെച്ച് ഞാൻ നോക്കാറുള്ളത്. അത് അവിടെയാണ് നോക്കാറുള്ളത്. അവിടെ ആ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പം അത് ഞാൻ നോർമൽ ആയിട്ടുള്ളവരെയൊക്കെ ഞാൻ എല്ലാരെയും നോക്കുന്നുണ്ട്. അപ്പൊ നോർമൽ ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞാല് 36.6ന് താഴോട്ടാ കാണിക്കുക. ഓക്കെ 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 ഓക്കെ. ഓക്കെ സോയിപ്പൻ ഡോക്ടർ, എന്തായാലും ഇപ്പോഴത്തെ ചുമ വളരെ ഈസിയായി വളരെ ഡോക്ടർ ഈസിയാണ്. കൈകാര്യം ചെയ്തു. ഈസിയായി കൈകാര്യം ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും നേരത്തെ സ്പോഞ്ചിയ പറഞ്ഞത്, സ്പോഞ്ചിയ, സ്റ്റാനംമെറ്റ്, കുപ്രംബെറ്റ്, ട്രൊസീറ, പ്രയോണിയ അല്ലേ? അതെ. സോയ ഡോക്ടർ അല്ലേ? ഒന്നുകൂടി അത് വിശദീകരിക്കാമോ, ഏതൊക്കെയാ അതെങ്ങനെ കൊടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ കുളിരുള്ള സ്റ്റേജിലൊക്കെ ഞാൻ റെസ്റ്റോസാ കൊടുക്കാറുള്ളത്. സെക്കൻഡ് സ്റ്റേജ്, അതായത് ഈ ടെമ്പറേച്ചർ ഈ തുമ്മലൊക്കെ തുടങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാ വന്നെങ്കിൽ ഞാൻ ബ്രയോണി കൊടുക്കും. ബ്രയോണി കൊടുക്കുമ്പോൾ ചിലർക്ക് ഒന്ന് കൂടി വരും, അസുഖം ഒന്ന് ഉള്ളിലോട്ട് പോയത്, സപ്രസ് ചെയ്ത് പോയത്. ശരിക്കും ഞാൻ സപ്രഷനാണ്, ആ സപ്രഷൻ ചെയ്ത് പോയത് ബ്രയോണി കൊടുക്കുമ്പോൾ പുറത്തേക്ക് തള്ളും. അത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സിംറ്റംസ് ക്ലിയർ ആകുമ്പോൾ സ്പോഞ്ചിയാണോ, ഡ്രോസറയാണോ, അതുപോലെ സ്റ്റാനമെറ്റാണോ, സ്റ്റിക്റ്റ് ആണോ, ഏതെന്ന് വെച്ചാൽ കൊടുക്കാം. ടിഞ്ചറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരിയും കൂടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളപ്പോഴാണ് ഞാനത് ടിഞ്ചറൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത്. സ്പോഞ്ചി കൊടുക്കാറുണ്ട്, ജസ്റ്റീഷ്യ കൊടുക്കാറുണ്ട്. സ്പോഞ്ചിയ ഡ്രോസറൊക്കെ ഒന്ന് ഇതൊന്ന് പറഞ്ഞ്. അതിന്റെ സ്പോഞ്ചിയ സിംറ്റംസോ? ഡോക്ടറെ, കഫ് വിത്ത് ലോസ് ഓഫ് വോയിസ് ഉണ്ടെങ്കിൽ സ്പോഞ്ചിയ കൊടുക്കാം. ഞാൻ സ്പോഞ്ചിയ കൊടുക്കാറ്, കോസ്റ്റിക്കും കൊടുക്കാറുണ്ട്, ഹെപ്പാസൾഫ് സ്പോഞ്ചിയ കൊടുക്കാറുണ്ട്. ഡ്രോസർ അല്ല ഡോക്ടർ, ഇൻഡിക്കേഷൻ കൂടി ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതാണെങ്കിലോ? ഇൻഡിക്കേഷന് ഒരു വല്ലാത്തൊരു എന്താ വട്ടി വരക്കണോത്തൊരു ശബ്ദം കേൾക്കുമ്പോഴാണ് ഡ്രോസറ കൊടുക്കാറുള്ളത് ഞാൻ. ശബ്ദം പോയിരിക്കുന്ന സ്റ്റൈലാണെങ്കിൽ സ്പോഞ്ചിയ അല്ലെങ്കിൽ കോസ്റ്റിക്ക കൊടുക്കാറുള്ളത്. റയോണി ആണെങ്കിൽ ശരിക്കും നമ്മൾ അവരെ നാക്ക് നോക്കുമ്പോൾ നല്ല വെളുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ദാഹാന്ന് അവര് തന്നെ പറയും. പിന്നെ സ്റ്റിക്റ്റ് ആണെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടാവില്ല. പിന്നെ ഏതാ ഞാൻ പറഞ്ഞേ, സ്റ്റാനത്തിലാണെങ്കിൽ നമ്മുടെ സ്റ്റേണൽ ഏരിയയിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ സ്റ്റൈല് എന്തെങ്കിലും കാണിക്കുക, ഭയങ്കര വീക്ക്നെസ് ആണെന്നോ അല്ലെങ്കിൽ ശബ്ദം എടുക്കുമ്പോൾ എല്ലാം ചുമ വരുന്നു, ഫോൺ വിളിക്കുമ്പോൾ ചുമ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അത് സ്റ്റാന കൊടുക്കാറില്ല. ചുമ കൂടും. ഒരു സംസാരിക്കുമ്പോ എന്നുള്ളതാണ് കൂടുതലും. ഓർക്ക ചിരിച്ചാല് ഒക്കെ പ്രയാസം ഉണ്ടാകുന്നവർക്ക് സ്റ്റാന കൊടുക്കാറില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ചുമ കഫം പോയി കഴിഞ്ഞാൽ ചുമ കുറയും. ഇത് നമുക്ക് ഈ പറഞ്ഞ ഏതിനായാലും കഫം പോയി കഴിഞ്ഞാൽ ആശ്വാസം വരും. ഈ നമ്മൾ കറക്റ്റ് ഇൻഡിക്കേഷൻ ആണെങ്കിൽ ശരിക്കും കഫം പോകും. ഏറ്റവും കൂടുതൽ കഫം പോയി ഞാൻ കാണുന്ന പ്രയോണിക്കാണ്. അത് തന്നെ, സ്റ്റാനമെറ്റിന് കഫം വരാൻ വലിയ പാടാണ്. ചുമച്ച് അവസാനം ഇത്തിരി കഫം വരും, കഫം പോയി കഴിയുമ്പോ കുറയും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ സ്റ്റാനമെറ്റിനുണ്ട്. അപ്പൊ കഴിഞ്ഞില്ലേ ഡോക്ടറെ? കഴിഞ്ഞാ?
ആ ടിഞ്ചേഴ്സ് ഞാൻ ചിലതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ജെസിഷയും സ്പോഞ്ചിയും ബ്ലാറ്റയും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അത് അപ്പോ ഇനി അവരുടെ അവസ്ഥയെ കൂടെ നോക്കിയിട്ട് ശരിക്കും നമ്മുടെ ആലോപ്പതി കഴിച്ചിട്ട് വന്നാൽ പോലും നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇപ്പൊ നമ്മുടെ ഓക്കെ. സമയമാണ്. ആ ശരിക്കും. പക്ഷെ അത് ഈ ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഇല്ല. ഷാജി കുടിയേറ്റ ഡോക്ടർ ഞാനത് ഇതിനൊരു പ്രശ്നം ഇന്ന് സലീം ആ ചാനലിൽ വന്ന ന്യൂസ് ഇട്ടേക്കുന്നത് തന്നെ നമുക്ക് ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ്. ആ തീർച്ചയായിട്ടും നമുക്ക് ഞാനും അപ്പോഴതിനെ കുറിച്ച് ഈ ജനങ്ങളെങ്ങനെ അറിയുക ഇതുപോലെ ചുമച്ച് ചുമച്ച് കേരളം അങ്ങനെ ചുമച്ച് ചുമച്ച് കേരളം വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകൾ സ്റ്റാറ്റസിൽ ഓരോന്നൊക്കെ ധാരാളം ഉണ്ട്. എഴുതിയിടാറുണ്ട്. ആ ധാരാളം അതുകൂടാണ്ട് എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാരും മരുന്നുകളുണ്ട്. ഇതുപോലെ ഒന്ന് മൂവ് ചെയ്തെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ചാനലിൽ കൂടെ തന്നെ പറയിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അല്ല അതിനൊരു പ്രസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യേണ്ടത്. ഒരു പത്രവാർത്ത എന്തായാലും വരണം. അതെ, IFPHന്റെ നേതൃത്വത്തിൽ തന്നെ ആയിക്കോട്ടെ. സലിംകുമാർ ഡോക്ടർ അതിനൊന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണം. സലിംകുമാർ ഡോക്ടറെ ഏത് പേപ്പറിലാ വാർത്ത വന്നേക്കണേ? അല്ല ചാനലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ഏത് ചാനലായിരുന്നു ഡോക്ടറെ? 24 ആണോ എന്നൊക്കെ സംശയം. ഞാനത് ഏത് ചാനലാന്ന് വിട്ടുപോയി. അവര് ചുമ നമ്മുടെ കൺട്രോൾ ആവണില്ല, 1 മാസമായിട്ട് ഭയങ്കര ഒരു ചുമയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പത്ര കട്ടിങ് ആണല്ലോ നമ്മളെ സെക്രട്ടറി ഇല്ല, ഇട്ടിരുന്നത്. ഞാന് ചാനലിന്റെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അല്ല നമ്മുടെ ഇന്നത്തെ അതെന്ന് വിഷയം അതെന്ന് ചുമയാണെന്ന് അറിഞ്ഞ് തന്നെ ഞാനത് എടുത്തിട്ടത്. അല്ല ഏതിലാ സ്വയം ഡോക്ടർ ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു നമ്മളെ സെക്രട്ടറി ഒരു പത്ര കട്ടിങ് ഇട്ടിരുന്നു. ചുമച്ച് അവർക്ക് ചുമച്ച് അത് കൺട്രോൾ കേരളം. ആവുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ. അത് ഈ ഫീവർ കൊണ്ടാണ് അലോപ്പതി ആശുപത്രികളിൽ അത് കൂടുന്നത്. അപ്പൊ നമുക്കാണ് അവിടെ സ്കോപ്പ് ഉള്ളതെന്ന് നമ്മളൊരു പത്രസമ്മേളനം നടത്തി ജനത്തെ അറിയിക്കേണ്ടത്. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അറിയിച്ചാൽ നന്നായിരുന്നു. കാരണം ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസവും കിട്ടും. അവരുടെ ഒരുപാട് പൈസയും സമയവും പിന്നെ ആരോഗ്യവും ഒക്കെ നമുക്ക് എന്ത് വ്യത്യാസം ലാഭിക്കാൻ അവരുടെ പറ്റും. ചികിത്സയായിട്ട് വരുമ്പോ. 24-ലാണോ? 24 ആണോ ഏതോ അത് ഞാൻ ഡോക്ടറെ ചാനൽ മറന്നുപോയി. IFPHന്റെ അല്ല അഡ്വൈസറി കമ്മിറ്റിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ നോക്കാം. ഓക്കെ, അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് സ്വയം ഡോക്ടറിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് മറിയാമ്മ ഡോക്ടർ എന്തോ ചോദിച്ചിരുന്നു. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് എന്തിനായിരുന്നു ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് കുറച്ച് കേസ് കിട്ടിയായിരുന്നു. ഞാൻ കൊടുത്ത മരുന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. തീർച്ചയായിട്ടും പറയൂ. അങ്ങനെ ശരിക്കും ഈ ഭയങ്കര ചൂടത്ത് തണുപ്പ് കഴിച്ചിട്ട് വരുന്നു, AC-യിൽ കയറിയിട്ട് വരുന്നു, അതിൻ്റെ കൂടെ തലവേദന, തൊണ്ടവേദന, ശരീരവേദനയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ബ്രയോണിയ തന്നെയാണ് കൊടുക്കുന്നത്. ബ്രയോണിയക്കും ചുമച്ച് ഛർദ്ദിക്കാവുന്നൊരു കാര്യമുണ്ട്. ആ സിംറ്റമൊക്കെ നോക്കി ബ്രയോണിയ കൊടുക്കും. പിന്നെ AC ഇപ്പോൾ കൂടുതൽ പേരും ഇത്രയും ചൂട് കാരണം AC ഒക്കെ ഇട്ട് കിടക്കുക, ഫാൻ ഫുൾ സ്പീഡ് 1 അല്ല 2 ഫാൻ ഇട്ട് കിടക്കുന്നത്. അപ്പം ആ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ ചിലപ്പം മഞ്ഞ കഫവും മൂക്കടപ്പും തൊണ്ടവേദനയും ഒക്കെ ആയിട്ടുള്ള സിംറ്റമാണ് കാണിക്കുന്നതെങ്കിൽ എപ്പാസൾഫ് 30 ആണ് കൊടുക്കുന്നത്. അതിൽ നല്ല റിലീഫുണ്ട്. പിന്നെ ഈ നമ്മുടെ ഡോക്ടർ പ്രകാശ് ഡോക്ടറെ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഡോക്ടർ മരിക്കുന്നതിന് മുൻപുള്ള ഒരു ക്ലാസ്സിൽ, ഈ ചുമയെക്കുറിച്ചൊരു ക്ലാസ്സിൽ ഒച്ചയടപ്പോട് കൂടിയ ചുമ, ഭയങ്കരമായ ഒച്ചയടപ്പും, ചുമയ്ക്കുമ്പം തലവേദന അല്ലെങ്കിൽ ചുമയ്ക്കുമ്പം വയറുവേദന, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് വേദന വരുന്നതിന് ക്യാപ്സിക്കം നല്ലതാണെന്ന് ഡോക്ടർ ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം ഒരാൾക്ക് അതേ ലക്ഷണത്തിൽ എനിക്ക് ചുമ കിട്ടി, ക്യാപ്സിക്കം കൊടുത്തു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ചുമ പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ല അനുഭവം ക്യാപ്സിക്കത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒച്ചയടപ്പോട് കൂടി വരുന്ന കഫത്തിനെല്ലാം ഈ ചുമയ്ക്ക് ബ്രയോണിയും ഹെപ്പാസൾഫും ക്യാപ്സിക്കവും നല്ലതാണ്, അതുപോലെ കോസ്റ്റിക്കവും നല്ലതാണ്. പിന്നെ ഇപ്പം കൂടുതലായിട്ട് വരുന്ന ഈ പറയുന്ന ചുമച്ച് അങ്ങ് ശ്വാസം ഒരു നിമിഷം കിട്ടാത്ത അവസ്ഥ പോലെ നിൽക്കും, അല്ലെങ്കിൽ തല കറങ്ങി പോകുന്ന പോലെ നമുക്ക് ഒരു നിമിഷമായി പോകും. അങ്ങനൊരു ചുമയുണ്ട്. അതിന് റൂമെക്സ് നല്ല മരുന്നാണ്. റൂമെക്സ് 30 കൊടുത്ത് നല്ല കുറവ് കിട്ടുന്നുണ്ട്. അതുപോലെ കോക്കസ് കാക്ടി 3X നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ മരുന്നുകളൊക്കെ കൊണ്ട് തന്നെ ഇപ്പം വന്ന ചുമകളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ മറിയാമ്മ ഡോക്ടറെ, വളരെ സന്തോഷം ഡോക്ടറുടെ അറിവുകൾ പങ്കുവച്ചതിൽ. അപ്പോ മറിയാമ്മ ഡോക്ടറും നല്ല രീതിയിൽ ചുമ
കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് കുറച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ആണ് മറിയാമ്മ ഡോക്ടറുടെയും അഭിപ്രായം. വളരെ സന്തോഷം. ഇനി അഞ്ജിത ഡോക്ടറൊക്കെ നേരത്തെ എന്തോ സംശയം ചോദിച്ചിരുന്നല്ലോ, ചോദിക്കാമോ? എന്താണ് സംശയം? 21 അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. കേക്കാവോ? കേക്കാം. ഞാൻ ഷാജി ഡോക്ടർ പറയണ കേട്ടിട്ട് ചോദിക്കാൻ വന്നാണ് മാഡം. എന്ന് വെച്ചാല് ഓക്കെ. ടെപ്പിഡ് സ്പോഞ്ചിങ് എന്ന് നമ്മളെ ഈ കുട്ടികൾക്ക് പനി നല്ല കൂടി വരുമ്പോഴേക്കും ടെപ്പിഡ് സ്പോഞ്ചിങ് ചെയ്യാൻ പറയല്ലോ, ദേഹം മൊത്തം തുടച്ചെടുക്കാൻ. അതും ഈ പറഞ്ഞ ഒരു ഫീവർ സപ്രഷനിൽ തന്നെ വരത്തില്ലേ? അല്ലെങ്കിൽ അത് അതൊരു കസ്റ്റഡി ചെയ്യരുതെന്നാണ്. മെക്കാനിസം തന്നെയാണോ? നമ്മള് അല്ല, അങ്ങനെ ഫീവർ നമ്മളിപ്പോ ഈ പാരസെറ്റമോള് കൊടുക്കാതെ ഫീവർ മാനേജ് ചെയ്യുമ്പോൾ നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടർ കൊണ്ട് നമുക്ക് തുടയ്ക്കാം. ഐസ് വാട്ടർ കൊണ്ട് തുടയ്ക്കാൻ പോകരുത്. ഓക്കെ ഡോക്ടർ. തുണി ഒന്ന് വെള്ളത്തിൽ മുക്കി, സാധാ വെള്ളത്തിൽ മുക്കി ഒന്ന് സ്ക്യൂസ് ചെയ്ത് വെള്ളം ഇട്ടിട്ട് വേടാത്ത രീതിയിലാക്കിയിട്ട് മേലൊന്ന് തുടച്ചെടുക്കുന്ന നന്നായിരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ ഡോക്ടർ. പിന്നെ ഡോക്ടർ, ഈ കുട്ടികളിൽ എത്ര ടെമ്പറേച്ചറിന് മേളിൽ പോകുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞില്ലേ ഫെബ്രൈൽ ഫിറ്റ്സിന്റെ കാര്യം, അത് അങ്ങനെ ഒരു ടെമ്പറമെന്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ടോ? നിശ്ചിത ടെമ്പറേച്ചർ വെരി ഹൈ ഫീവർ ആയി പോയാൽ നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷൻസ് ഡിറേഞ്ച്ഡ് ആകാൻ, പക്ഷെ അധികവും എൻ്റെ ഒബ്സർവേഷനിൽ 99% ഇക്യൂബ് ടെമ്പറമെന്റ് ഉള്ള കുട്ടികളിലാണ് കാണുന്നത്. നമ്മൾ പക്ഷെ അത് അത്ര ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്കത് കിട്ടിയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡിയിൽ നിന്നാണ് എനിക്ക് ടിപ്സ് യാദൃശ്യമായിട്ട് കിട്ടിയത്. അതിനുശേഷം ഞാനത് എപ്പോഴും കാത്തു സൂക്ഷിച്ച് നിധി പോലെ കൊണ്ടു നടക്കുന്നതാണ്. അത് വളരെ എഫക്റ്റീവാണ്. അത് ഇക്യൂബ് ടെമ്പറമെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാനും പറ്റും. അതങ്ങനെ ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഡോക്ടറെ, ആ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ടെമ്പറേച്ചർ കാണുമ്പോ നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ കുടിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ സ്പഞ്ചിങ്ങിന്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പൊ അതുപോലെ ഈ വിരശല്യം ഉള്ള പിള്ളേർക്ക് വേഗം ഫിക്സ് വരും. അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേരെ വരുന്നെങ്കിൽ നമ്മളൊരു വിരയുടെ ഒരു ഡോസ് കൊടുത്തേച്ച് പനിയുടെ മരുന്നിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ വേഗം ഫിക്സ് വരാതെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യോട് അബ്രാഹം ഡോക്ടർ കൈവരിച്ച ഒരൊറ്റ കാര്യോടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഹെവി പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സിന്റെ ഒരു കാര്യങ്ങൾ ഞാനൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഡോസ് ആന്റി മയസ്മാറ്റിക് മെഡിസിൻ അവർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എപ്പോഴും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മയാസം ഡോമിനന്റ് ആയിട്ടുണ്ടെങ്കിൽ, സൈക്കോട്ടിക്കോ സിഫിലിറ്റിക്കോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അൾസറേഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ ആ ആന്റി സിഫിലിറ്റിക്കോ ആന്റി സൈക്കോട്ടിക് ആയിട്ടുള്ള കൊടുക്കുക. അല്ലെങ്കിൽ ആന്റി സോറിക് ആയിട്ടുള്ള സൾഫറോ സോറിനോ ആ ടെമ്പറേച്ചർ തെർമൽ മൊഡാലിറ്റി വെച്ച് ഒരു ഡോസ് ആന്റി മയസ്മാറ്റിക് മെഡിസിൻ കൊടുത്തിട്ടും ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് കൂടുതലുള്ളതായിട്ട് പലപ്പോഴും പല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹെവി പ്രാക്ടീഷണേഴ്സ് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഷാജി കുടിയേറ്റർ ഡോക്ടർ, ഇനി 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എബ്രഹാം വൈദ്യൻ ഡോക്ടറും ദേവൻ ഡോക്ടറും. 5 മിനിറ്റാണ് നമുക്കുള്ളത്. അപ്പൊ 2 പേർക്ക് ഈ 2 മിനിറ്റ് ആണുള്ളത്. വൈദ്യര് ഡോക്ടർക്ക് ആദ്യം ചോദിക്കാം. വൈദ്യര് ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. എവിടെ വൈദ്യര് ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ വൈദ്യര് ഡോക്ടറെ? വൈദ്യൻ ഡോക്ടറുണ്ട്. എബ്രഹാം വൈദ്യൻ ഡോക്ടർ ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ദേവരായൻ ഡോക്ടർ സമയത്ത് പറയട്ടെ. അത് തന്നെ, സമയം കളയണ്ട. ദേവരായൻ ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടർ കോഹോസ്റ്റ് ആണ് ഡോക്ടറെ. ദേവൻ ഡോക്ടറൊക്കെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കുഴപ്പമില്ല. ദേവൻ ഡോക്ടർ ഇനി സമയം കളയണ്ട. ദേവൻ ഡോക്ടർ സംസാരിച്ചോളൂ. ഇപ്പൊ 2 പേരും വൈദ്യര് ഡോക്ടർ ആരെങ്കിലും ഒരാള് സംസാരിക്കട്ടെ. ശരി.
വൈദ്യർ ഡോക്ടർ സംസാരിക്കുന്ന കേൾക്കുന്നില്ല. ദേവൻ ഡോക്ടർ സംസാരിച്ചു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. റേഞ്ച് പ്രശ്നമുണ്ട്. ഡോക്ടർ സംസാരിച്ചോളൂ, സമയമില്ല. ഞാൻ ചർച്ചക്ക് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോഴാ കയറിയ. അതായത് ചുമ ഇപ്പൊ മുമ്പ് വരുന്ന പോലെ ചുമയൊന്നും വരുന്നില്ല. കാരണം ഇപ്പോ ആൾക്കാർ മൊത്തം ആശാവാട്ടർമാരൊക്കെ ഈ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ചുമ കുറവാണ്. എന്നാലും വന്ന ചുമകളിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രോണിക് ന്യൂമോണിയയിലേക്ക് പോകുമോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഉള്ളൊരു ചുമയായിട്ട് ഒരു കുട്ടി വന്നു. ഞാൻ കൊടുത്തത് അക്കോണൈറ്റും സ്പോഞ്ചിയയും. അത് നമ്മുടെ ബോണിഹാസന്റെ ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോ ബോണിഹാസന്റെ ട്രയോസിൽ അക്കോണൈറ്റ്, ഹെപ്പാർ, സ്പോഞ്ചിയ പറയണം. പക്ഷെ ഹെപ്പാർ ഞാൻ കൊടുത്തില്ല. ഹെപ്പാറിന്റെ സിംറ്റമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് യുക്തി അനുസരിച്ചിട്ട് ഈ നമ്മുടെ പൈനിയേഴ്സ് പറഞ്ഞിരിക്കുന്ന അതുപടി നമ്മൾ പകർത്തണമെന്നില്ല. പക്ഷെ അത് നമുക്കൊരു ഗൈഡിങ് ആയിട്ട് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കോണൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അല്ല, അക്കോണൈറ്റിന്റെ ഒപ്പം സ്പോഞ്ചിയായും കൊടുത്തു. എന്തായാലും കൊച്ചിന് നല്ല റിലീഫ് ഉണ്ട്. പിന്നെ പനി കഴിഞ്ഞിട്ട് വന്നതിന് നമ്മൾ പൊതുവെ യൂപ്പറ്റോറിയ പറയുമെങ്കിലും സാങ്കിനേറിയ, ഡ്രോസീറ, കാലിബൈക്ക് ഒക്കെ പനി കഴിഞ്ഞ് വരുന്ന സപ്രസ്ഡ് ആണെങ്കിൽ ആണ് യൂപ്പറ്റോറിയം തന്നെ. അല്ലാതെ പനി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് പ്രധാന മെഡിസിനായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ പനിയുടെ ഒപ്പം കൊടുക്കാനാണെങ്കിൽ നമുക്ക് പനിയും ചുമയും കൂടെ ഒരുമിച്ച് വരുമ്പം പിന്നെ കുട്ടിയുടെ പ്രത്യേകതയൊക്കെ പനിയില്ലാതെ നോക്കിയിട്ട് ചുമ വരുന്നതാണ് ഡോക്ടറെ ഇപ്പൊ പറയുന്നത്. പനിയില്ലാതെ മുമ്പേ ചുമ വരുന്നു. പനി ഇല്ലാതെ ചുമ ചുമ വരുന്നു. വന്നിട്ട് പനി വരും. ചുമ വന്നിട്ട് പനി വരുന്നു എന്നാ പറയുന്നത് ഇപ്പോഴത്തെ ഈ ചുമ. ഫീവർ നാട്രമൂറാണത്. നാട്രമൂറ് വരാം. പിന്നെ പകലായിരിക്കും നാട്രമൂറിന് കൂടുതൽ. നാട്രമൂറിന്റെ യൂഫ്രേഷ്യയും ഒക്കെ പകലാണ് കൂടുന്നത്. നാട്രമൂറിനും കണ്ണീന്ന് വെള്ളം വരും, യൂഫ്രേഷ്യക്കും കണ്ണീന്ന് വെള്ളം വരും ചുമയ്ക്കുമ്പോൾ. പിന്നെ യൂഫ്രേഷ്യയും കൊടുക്കാം. യൂഫ്രേഷ്യ പകല് സമയത്ത് കൂടുതലാണെങ്കിൽ. പിന്നെ രാത്രിയാണ് കൂടുതലെങ്കിൽ നമുക്കറിയാമല്ലോ, കോസ്റ്റിക്കം. രാത്രി മാത്രം ചുമക്കുകയാണെങ്കിൽ കോസ്റ്റിക്കം. രാത്രി മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പകലുണ്ടെങ്കിൽ കോസ്റ്റിക്കത്തിന് നൈറ്റ് ലൈൻ ഡൗൺ അഗ്രവേഷൻ ആണെങ്കിലും രാത്രി മാത്രം ചുമക്കുകയാണെങ്കിൽ കോസ്റ്റിക്കാണ്. പിന്നെ അങ്ങനെ പകല് മാത്രം ഉള്ളതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാട്രമൂറുണ്ട്, യൂഫ്രേഷ്യ ഉണ്ട്, ബ്രയോണിയ ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അത്രയൊക്കെ മരുന്ന് സാധാരണ കൊടുക്കണം. വേറെ എന്താ പറയാനുള്ള? ഓക്കെ. വേറെ ഒന്നും ഓക്കെ ദേവൻ ഡോക്ടറെ. അപ്പൊ ദേവൻ ഡോക്ടറും കുറെ മരുന്നുകൾ പറഞ്ഞു. ഇവിടെ പലരും ചുമ ഇപ്പോഴത്തെ ചുമകൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടുതൽ പേരും പറഞ്ഞത്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ചുമ അത്ര അങ്ങോട്ട് ഈസിയായി മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഈ പറഞ്ഞ് പേടിപ്പിക്കുന്ന കണക്കുള്ളൊരു പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോഴേ ചുമച്ച് കേരളം എന്നുള്ള ഒരു വാർത്ത പരന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും എത്ര ചുമയാണെങ്കിലും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചുമയ്ക്കുള്ള ഇൻഡിക്കേഷൻ അനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. പക്ഷെ അത് നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടുന്നത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ജനങ്ങളെങ്ങനെ അറിയും ഈ ഇതുപോലുള്ള ചുമയ്ക്കൊക്കെ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടെന്ന്? എത്ര അനുഭവം വന്നാലും പറയില്ല. എന്നാലും നമ്മൾ പത്രത്തിൽ കൂടി ഒരു അവയർനെസ് അല്ലെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സമയം ഇന്നത്തെ ചർച്ച വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത ഞാൻ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അതിപ്പോ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഡോക്ടറെ? അല്ല, ഞാൻ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അത് പറഞ്ഞില്ലെന്നേ ഉള്ളെന്ന് പറയാം. അത് ചിലപ്പോ എല്ലാവർക്കും ദഹിച്ചൊന്നും വരൂല്ല. എന്താണ് ടിഞ്ചർ ആണോ മിക്സ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞേ? ടിഞ്ചറും കൊടുക്കും, 3X കൊടുക്കും. അങ്ങനെ ടിഞ്ചറും ടിഞ്ചറും 3X കൂടെ ആണ്? അല്ല, 3X ടിഞ്ചറും എല്ലാം തമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് പൊട്ടൻഷ്യല് പിടിമാറ്റിയൊന്നുമില്ല. ഓക്കെ.
അപ്പൊ അത് എബ്രാം വൈദ്യൻ ഡോക്ടർ കൂടെ ഒരു വൈദ്യർ ഡോക്ടർക്ക് സംസാരിക്കാമോ വൈദ്യർ ഡോക്ടറെ? സമയം കഴിഞ്ഞു നമ്മുടെ. ആ വൈദ്യർ ഡോക്ടറുടെ നെറ്റ് ശരിയല്ല, കേൾക്കുന്നില്ല ഡോക്ടറെ, കേൾക്കാമോ? വ്യക്തമല്ല. ഇപ്പൊ കേക്കാം. ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മെഡിക്കൽ കെയർ സിസ്റ്റം എന്ന് കേട്ട് കെയർ ഉണ്ടാക്കുക, പേടിപ്പിക്കുന്ന ഒരു മീഡിയ അതാണ് ചെയ്യുന്നത്. അത് കണ്ട് നമ്മൾ പേടിക്കാതിരിക്കണ്ട. പറയുന്നത് ഈ ഫെബ്രുവരി കൺവെൻഷനെ പറ്റി പറഞ്ഞോ. ഫെബ്രുവരി കൺവെൻഷൻ പേടിക്കേണ്ട കാര്യമേ അല്ല. അത് ഫെബ്രുവരി കൺവെൻഷൻ 1 മിനിറ്റ് 2 മിനിറ്റകം കൺവെൻഷൻ തീരും. അത് പേടിക്കേണ്ട എന്നാണ് കേട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ചോദിച്ചാൽ ഗൂഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പേടിക്കുന്ന കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ ഫെബ്രുവരി കൺവെൻഷൻ ഒരു വൈദ്യർ ഡോക്ടർ നെറ്റ് പോയി. അപ്പൊ എന്തായാലും അതാണ് ഞാനും പറഞ്ഞത്, പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകളുടെ പേടി അകറ്റുകയും ഇതിന് നല്ല മരുന്ന് നമ്മൾക്ക് ഹോമിയോപ്പതിയിലുണ്ടെന്നൊന്ന് അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. ഇന്നത്തെ നല്ല അറിവ് തരുന്നൊരു ചർച്ചയായിരുന്നു. പിന്നെ ഇവരിത് ഒരു സെന്റൻസ് ഞാനൊന്ന് അല്ലാതെ ആഡ് ചെയ്തോട്ടെ. ഈ പറയുന്നത് പോലെ 1 മാസം 4 പ്രാവശ്യം ആന്റിബയോട്ടിക് കഴിച്ചിട്ടും കുറയാത്ത ചുമക്കാരുണ്ട്. അതാ അവർ പറയുന്നതിൽ ശരിയാണ്. നമ്മുടെ അടുത്ത് വരുന്നവർക്കാണ് പനി കഴിഞ്ഞ് ചുമയിലേക്ക് അധികം പോകാത്തത്. നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ പെട്ടെന്ന് മാറുന്നു. പക്ഷേ അലോപ്പതിയിൽ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തായാലും നമ്മൾക്ക് ഇതിന് വളരെ നല്ല സാധ്യതയുണ്ടെന്ന് നമ്മൾ അനുഭവത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വെബിനാർ മറ്റുള്ളവർക്കൊരു മനസ്സിലാക്കാനൊരു മാർഗം കൂടിയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടർ, ഷാജി കുടിയാട്ട് ഡോക്ടർ, ദേവൻ ഡോക്ടർ, സലീം കുമാർ ഡോക്ടർ, സോയ ഈപ്പൻ ഡോക്ടർ, അതുപോലെ തന്നെ എബ്രാം വൈദ്യൻ ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഹോമിയോപ്പതി ഈ കാര്യത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, മറിയാമ്മ ഡോക്ടർ നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവച്ച വ്യക്തിയാണ്. മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.